ചെറിയ ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഹൈലൈറ്റ് മാളിക്കാണ് പോണത്. അവിടെ ഓഫറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവർ കൂടിയിട്ട് പോണത്. ബായ് കൊടുത്തേ. സൂപ്പർ. ഒരു 11-12 മണി ആയപ്പോഴാണ് കേട്ടോ പോയത്. അപ്പോൾ നീലോട്ടിന് ഉറങ്ങാറുണ്ടായിരുന്നു. വണ്ടിയിൽ വെച്ചാൽ ഉറങ്ങും ചെയ്തു. പാർക്കിംഗ് ഗ്രൗണ്ടിൽ തന്നെ കിട്ടിയിട്ടോ ഞങ്ങൾക്ക്. പിന്നെ ഓഫർ നടക്കണോണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ലുലുവിലൊക്കെ 50% ഓഫർ നല്ല ഓഫർ നടക്കണോണ്ട് തന്നെ അവിടെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. മുമ്പ് വന്നപ്പോൾ ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ച സമയത്ത് എത്തിയുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയത്. അമ്മ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഓപ്ഷൻസ് കുറവാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് പിസ്സ സാൻഡ്വിച്ച് ഒക്കെ ഇഷ്ടമാണ്. എനിക്ക് ഇവിടുത്തെ ഷവർമ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഷവർമ പറഞ്ഞു. അവൻ KFC ആണ് കേട്ടോ പറഞ്ഞത്. നല്ല ഷവർമയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഗൾഫിലത്തെ ഷവർമ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചാൽ നമുക്കൊരു ഫുൾ എക്സാക്ട് സെയിം കിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റുള്ള ഷവർമ കിട്ടും കേട്ടോ. പിന്നെ KFCയിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, ഓഫറുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഞാൻ ഫലൂഡ നാഷണീനെ ഒരു കുനാഫ ചോക്ലേറ്റിൻ്റെ ഒരു വേറെ ടൈപ്പ് വാങ്ങിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ടൊക്കെ ഭക്ഷണം കഴിക്കും. എന്നിട്ട് അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അമ്മേനെയും കൊണ്ടുപോകും കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ മാക്സിലേക്കാട്ടോ പോയത്. അപ്പോൾ അവൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീലോട്ടിനും എനിക്കും. പിന്നെ അവനും കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അവൻ കുറച്ച് ബാക്കിയുള്ള ഫുഡ് വണ്ടിയിൽ കൊണ്ടുവച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അവിടെ എല്ലാ ഷോപ്പിലും ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. മാക്സിലൊക്കെ മാക്സ് മാനിയാന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മിഡ് സീസൺ സെയിലാന്ന് തോന്നുന്നുണ്ട്. എല്ലാ ഷോപ്പിലും ഉണ്ടായിരുന്നു. നീലൊരു മാക്സിന്ന് എനിക്ക് ഡ്രസ്സ് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എടുത്തില്ല. അപ്പോൾ അവന് എടുത്തു. പിന്നെ എനിക്കും എടുത്തു കേട്ടോ മാക്സിന്ന്. നാളെ കാലത്ത് നേരത്തോടെ പോകുന്നു. അപ്പോൾ നാളെ വരണ്ടാന്ന്, ഞായറാഴ്ച വന്നാൽ മതി. അവൻ പുറത്തേക്ക് പോയില്ല. പിന്നെ മെൻസില്ലേ അവിടെയും കയറി കേട്ടോ. അവിടെ നമ്മുടെ സ്റ്റുഡിയോ പോലെ തന്നെ റേറ്റൊക്കെ കുഴപ്പമില്ല, നല്ല കളക്ഷനുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കടിക്കല്ലേ പൊന്നോ. അവനേക്കൊക്കെ സൈസില്ലേ അച്ഛൻ. ഈ മാളിൻ്റെ ഉള്ളിൽ കയറിയ സമയം അറിയില്ല എന്ന് പറയുമല്ലോ. അപ്പോൾ ഞങ്ങൾ സമയമൊന്നും അറിഞ്ഞില്ല. അപ്പോൾ എല്ലാവർക്കുള്ള ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ അമ്മയുടെ ബാഗാണെങ്കിൽ എല്ലാ ഷോപ്പിലെത്തുമ്പോൾ കീക്ക് അടിക്കാൻ കിട്ടും. എന്തോ ബാർകോഡ് എന്നിട്ട് അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതിൽ. ഏതില വേണ്ടേ അമ്മ? ബലൂ മാനിക്ക്. എന്താ പേര്? ആണോ? നീലോട്ടിനെ കാറിലൊക്കെ കയറ്റി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കേട്ടോ പോയതും. അവിടെ മറ്റേ സെയിൽ നടക്കുന്നതുകൊണ്ട് നല്ല തിരക്ക്. ഈ ഫ്രൂട്ട് സെക്ഷൻ മാത്രമാണ് കേട്ടോ തിരക്കില്ലാത്തതുള്ളൂ. നീലോട്ടിനാണ് ഈടിയായിട്ടുള്ള വാശിയാണ് കേട്ടോ ഈ ട്രോളി പിടിച്ച് ഉന്തണം എന്നുള്ളത്. അവൻ തന്നെ ഉന്തണം, അതാണ് അവൻ്റെ അവസ്ഥ. അവിടെയാണെങ്കിൽ നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഞങ്ങളപ്പോൾ അധികം ഐറ്റംസ് ഒന്നും എടുത്തില്ല. ഈ തിരക്കില്ലാത്ത സ്ഥലത്ത് നിന്ന് എന്ത് കിട്ടണു അതെടുത്തിട്ട് ഞങ്ങൾ പോരാണ്ടോ ചെയ്തത് വേഗം. നേരെ ഞങ്ങൾ വലിയച്ഛൻ്റെ അവിടേക്കാട്ടോ പോയത്. അവിടെ ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കൂടാന്ന് പറഞ്ഞിട്ട് ഇരിക്കണം. അപ്പോൾ നേരം വൈകിണ്ടായിരുന്നു. അവരൊക്കെ എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വയ്യ, എനിക്ക് തീരെ വയ്യ, കാലൊക്കെ ഭയങ്കര വേദന. ഞങ്ങളുടെ ഫാമിലിയിൽ 5 പെൺപിള്ളേരാണ് കേട്ടോ. അതിൽ 4 പേര് എത്തിയിട്ടുണ്ട്, ഒരാൾ മാത്രമേ എത്തിയിട്ടില്ല. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് എല്ലാവരെ പറ്റിയിട്ടും കുശുമ്പൊക്കെ പറഞ്ഞ് തീർന്നിട്ടൊന്നുമില്ല. പിന്നെ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കായിരുന്നു. പിന്നെ കുറച്ചു നേരം കൂടി വർത്താനം പറഞ്ഞിരുന്നിട്ട് എവിടുന്ന ദേശപ്പാണോ? ദേശപ്പാണോ? ഇതൊക്കെ ഇത് പറ്റില്ല. ഇത് പറ്റും. എന്റെ നാളെ സ്കൂള് പറയാറ്
പറഞ്ഞില്ലേ സ്കൂളിൽ നിന്ന് വേടാണ്. അതെ നാളെ എങ്ങടെ പോണെന്നുള്ളത് മെസ്സേജ് അയച്ചിട്ട് പറയട്ടാ. പാർച്ചോട് ചോദിക്കട്ടെ നാളെ വരണ്ടോന്ന്. ബാബാച്ചി അവളുടെ മുഖത്തേക്ക് വെച്ചു കൊടുക്കാൻ. റോഡ് കാണുന്നില്ല. ബാബാച്ചിനെ എന്താ കണ്ടന്റ്? ബാബാച്ചിനെ ഞാൻ ഷോർട്സില് ഇതാക്കിടും. ഈ വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും കൊടുക്കും. വലിയ പ്ലാനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്, നടക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നാളെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്കിനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ.